ഹായ് ഗായ്സ്, അയച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ അൺബോക്സിംഗ് ആണ്. നമ്മളന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന അസ്യൂസിൻ്റെ റോഗ് സ്ട്രിക്സ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് G731G എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈലിൽ വെക്കുന്നതായിരിക്കും. അതേമാതിരി ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേമാതിരിയുള്ള പ്രോഡക്റ്റുകളുടെ അതേമാതിരി എന്തെങ്കിലും ടിപ്സ് ട്രിക്സ് ഒക്കെ നമ്മൾ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ലിങ്ക് ഇവിടെ വരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ അസ്യൂസിൻ്റെ ബോക്സ് തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തതും ഇച്ചിരി എക്സ്പെൻസീവായിട്ട് തോന്നിക്കുന്ന ബോക്സുമാണ്. അതിനകത്ത് മൊത്തം അസ്യൂസിൻ്റെയും റോഗ് സ്ട്രിക്സിൻ്റെയും അതേമാതിരി ROGയുടെയും ഐക്കൺസ് ഉണ്ട്. മൊത്തം ഒരു സ്യൂട്ട് കേസ് മോഡലിലാണ് ഈ ലാപ്ടോപ്പിൻ്റെ ബോക്സ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്പ് തുറന്നപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് അസ്യൂസിൻ്റെ റിപ്പബ്ലിക് ഓഫ് ഗെയിമിങ്ങിൻ്റെ ഐക്കണാണ്. അതേമാതിരി തന്നെ ഇത് നല്ലൊരു ഗേജ് കൂടിയ പ്ലാസ്റ്റിക് കവറിലാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ക്രാച്ച് പ്രൊട്ടക്റ്റീവായിട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലാപ്പിൻ്റെ എയർവെൻറ്റിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് കോപ്പറിൻ്റെ ഹീറ്റ് സിങ്ക് കാണാം. അപ്പം ഫുള്ള് കോപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അപ്പോൾ ഹീറ്റ് എന്തായാലും ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി കോപ്പർ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാപ്പിന് ഇച്ചിരി വെയിറ്റ് ഹൈ സൈഡിലാണ്. ഒരു 3 കിലോൻ്റെ അടുത്ത് ഭാരം വരുന്നുണ്ട്. ഗൈസ്, പാക്ക് പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ പെടുന്നൊരു സാധനമാണ് അതിൻ്റെ ബാക്കിൽ എച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ROG എന്നാണ് പറഞ്ഞ് എച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സിൻ്റെ വാൾപേപ്പറിൻ്റെ അതേ സംഭവം. അതായത് ഇപ്പോൾ നമ്മുടെ ലാപ്പ് ഓണായി വരുമ്പോൾ കാണുന്ന വാൾപേപ്പർ അങ്ങനെ തന്നെ ഇതിൻ്റെ ബാക്കിൽ എച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ വെന്റിലേഷൻ ഗ്രിൽസ്. അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്തുകൊണ്ട് ലാപ്ടോപ്പിന് മൊത്തത്തിലൊരു റഗഡ് ലുക്ക് വന്നിട്ടുണ്ട്. ബാക്കിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ കണ്ണ് പതിയുന്നത് അതിൻ്റെ ഹെവി ഹീറ്റ് സിങ്കിൻ്റെ ഗ്രിൽസുമലാണ്. ശരിക്കും നല്ല ഷാർക്കിൻ്റെ ഫിന്ന് മാതിരിയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ബാക്കിൽ വരുന്ന പോർട്സ് എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി പോർട്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ പവറും HDMI പോർട്ടും ഇഥർനെറ്റ് പോർട്ടുമാണ് ബാക്കിൽ കൂടെ കാണാൻ പറ്റുന്നത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ ഒരു കാര്യമാണ് ഈ ലാപ്ടോപ്പിൻ്റെ ലിഡിന് ഒരു ചെറിയ നോച്ചുണ്ട്. അപ്പോൾ ആ നോച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് തന്നെ നമ്മുടെ സ്റ്റാറ്റസ് LEDs അവർ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് പവറ്, ബാറ്ററി, അതേമാതിരി ഹാർഡ് ഡിസ്കിൻ്റെ റൊട്ടേഷനും എയറോപ്ലെയിൻ മോഡും. അപ്പോൾ ഇത് നമ്മൾ ലാപ്ടോപ്പിൻ്റെ ലിഡ് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കൂടി പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന തരത്തിലാണ് അവർ ഈ നോച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ലാപ്പിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഇതിപ്പോൾ നമ്മളെ ഫേസ് ചെയ്യുന്ന സൈഡാണ്, ലിഡ് തുറക്കുന്ന സൈഡാണ്. അപ്പം ഇങ്ങനെ ലിഡ് തുറക്കുന്ന സൈഡാണ്. ഇതിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ലാപ്ടോപ്പുകളിൽ കാണുന്ന മാതിരി പ്രത്യേകിച്ച് വേറെ ഐറ്റംസ് ഒന്നും കാണാനില്ല. ക്ലീൻ ലുക്കാണ്. ഇപ്പം സാധാരണ ലാപ്ടോപ്സിലൊന്നും ഉദ്ദേശിച്ചത് സാധാരണ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു മെമ്മറി കാർഡ് റീഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാറുള്ളതാണ്. ഇതതില്ല. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 USB പോർട്സ് കാണാം. അതേപോലെ ഒരു 3.5mm മൈക്കിൻ്റെ ജാക്ക് കാണാം. ഇത് വരുന്നത് സ്പീക്കറിൻ്റെ ഔട്ടാണ്. അതേമാതിരി ഈ വൈറ്റ് ട്രിം കാണുന്നതാണ് RGB LED സ്ലോട്ടുകളാണ്. ഗൈസ്, ബാക്ക് സൈഡിൽ നേരത്തെ പറഞ്ഞ മാതിരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടാതെ ചാർജർ സോക്കറ്റും HDMI പോർട്ടും ലാൻ പോർട്ടും മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് നമ്മുടെ ഹീറ്റ് സിങ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിലൊരു ക്ലീൻ ഡിസൈനാണ്. ഗൈസ്, നമുക്ക് ലാപ്പ് മാത്രം കണ്ടാൽ പോരല്ലോ, കൂടെ വരുന്ന ആക്സറീസും കൂടെ കാണുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത സാധനം നോക്കാം. ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ഒരു റോഗ് സ്ട്രിക്സ് ഗെയിമിംഗ് നോട്ട്ബുക്ക് PC, HDMI, പിന്നെ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ, അങ്ങനെ കുറച്ച് പേപ്പർ ബോക്സ് വരുന്നുണ്ട്. അതിടുന്നുണ്ട്. അത് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് അല്ല. ബാക്കിലൊന്നുമില്ല. ഇതാണ് വരുന്നത് ചാർജർ ടൈപ്പ്. ഗൈസ്, ഇതാണ് അസ്യൂസ് റോഗ് സ്ട്രിക്സിൻ്റെ ചാർജർ. ചാർജറിലും ഓൾറെഡി നമ്മുടെ ROGയുടെ ഐക്കൺ അവർ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു എക്സ്പെൻസീവ് ലുക്കാണ് ചാർജറിനുള്ളത്. ഈ ചാർജർ വരുന്നത് 20 വോൾട്ട് 7.5 ആംപിയറിൻ്റെ ചാർജറാണ് വരുന്നത്. 2.5 ആംപിയർ ടോട്ടൽ 2.5, അതായത് 100 to 240 വോൾട്ട് 50 or 60 ഹെർട്സിൽ വർക്ക് ചെയ്യും. 2.5 ആംപിയർ വലിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഒരു 7.5 ആംപിയറിൻ്റെ നല്ല ഒന്നാന്തരം ബ്രിക്ക് ചാർജർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ആകെ കൂടെ എനിക്കുള്ളൊരു ചെറിയൊരു കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ AC വരുന്ന പവർ കോഡ്. ഇത് ഏതാണ്ട് 1 മീറ്ററോളെ വലിപ്പം വരുന്നുള്ളൂ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾ വാളിലൊക്കെ കുത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ചാർജർ തൂങ്ങിക്കിടക്കും. അങ്ങനെയുള്ളൊരു ചെറിയൊരു പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പൊതുവേ ചാർജർ നല്ല സോളിഡാണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ലാപ്ടോപ്പ് ഓർഡർ ചെയ്യാൻ പോവാണ്.
വാവ്. അപ്പോൾ ഗൈസ്, ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞുതരാം. ഇത് വരുന്നത് കോർ i7 പ്രോസസ്സറാണ്, 9th ജനറേഷൻ പ്രോസസ്സറാണ് വരുന്നത്. അതേമാതിരി 1 TB ഹാർഡ് ഡിസ്കും ഉണ്ട്, 256 GB SSD ഉണ്ട്. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്ന SSD സൈഡിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. DDR4 8 GB റാം വരുന്നുണ്ട്. അതുമാത്രമല്ല 4 GB ഗ്രാഫിക്സ് കാർഡും വരുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. Hi there, I'm Cortana, and I'm here to help. A little sign in here, a touch of Wi-Fi there, and we'll have your PC ready for all you plan to do. Use your voice or the keyboard along the way, and if you'd like me to stay quiet, just select the little microphone icon towards the bottom of your screen. If you need an assistive screen reader, press the window. ഫസ്റ്റ് പവർ ഓണിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇതിന് മൊത്തം RGB ലൈറ്റ്സ് ഉണ്ട്. ഇതിന് ചുറ്റും, ലാപ്പിന് ചുറ്റും RGB ലൈറ്റ്സ് ഉണ്ട്. അതുമാത്രമല്ല കീബോർഡിൻ്റെ ബാക്ക് ലൈറ്റും RGB ആണ്. അതുമാത്രമല്ല പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയാണ് 48 വാട്ട് അവർ ബാറ്ററിയാണ് ASUS പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ Windows 10 ഹോം എഡിഷനും ഇതിൻ്റെ കൂടെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ LCD പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള LCD ആണ്. നല്ല ബ്രൈറ്റ്നസ്സും നല്ല കോൺട്രാസ്റ്റും നല്ല ഡീറ്റെയിൽസും കാണാൻ പറ്റുന്നുണ്ട്. റിഫ്രഷ് റേറ്റ് വരുന്നത് 60 Hz ആണ്. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിന് വേണ്ട ക്വാളിറ്റി എന്തായാലും LCDക്ക് ഉണ്ട്. നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഇഫക്റ്റ് എന്തായാലും ഈ ക്യാമറയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും വളരെ ഒരു ഹൈ എൻഡ് ലാപ്ടോപ്പിന് കിട്ടുന്ന തരത്തിലുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ASUS ROG Strixന് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ RGB ലൈറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. RGB ലൈറ്റിങ്ങിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഫീച്ചറുകൾ അടങ്ങിയ ഒരു പാക്കേജാണ് ASUS തന്നിരിക്കുന്നത്. നമുക്ക് ഓരോ മൂഡിനനുസരിച്ച് നമ്മുടെ RGB ലൈറ്റിങ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ പാട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പാട്ടിനനുസരിച്ചും RGB ലൈറ്റുകൾ ഫ്ലിക്കർ ചെയ്യുകയും അതേമാതിരി ബീറ്റിനനുസരിച്ച് കത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ലാപ്പിൻ്റെ പോസിറ്റീവ് സൈഡ് എല്ലാം പറഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് പറയാതെ വരുന്ന നെഗറ്റീവ് സൈഡിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പോവാം. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നതാണ് ഇതിൻ്റെ കീബോർഡിൻ്റെ കേസ്. ASUSൻ്റെ കീബോർഡ് പ്ലാസ്റ്റിക് റിവെറ്റ് വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് പൊട്ടിച്ചിട്ട് വേണം മാറ്റാൻ. ആ സെയിം കേസ് തന്നെയാണ് ഇതിൻ്റെയും എന്ന് തോന്നുന്നു. കാരണം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, ലിങ്ക് ഞാൻ പൊക്കത്തിട്ടേക്കാം, അല്ല ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം വീഡിയോ, നിങ്ങളൊന്ന് പോയി കണ്ടാൽ മതി. പിന്നെയുള്ള കേസ് ഇതിൻ്റെ RGB LED ആണ്. RGB LED ഇത് വെറുതെ നമ്മുടെ ഷോയ്ക്ക് വേണ്ടി മാത്രമാണ്. അപ്പം ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഈ LED ലൈറ്റുകളൊക്കെ കത്തിക്കാനായിട്ട് കൂടുതൽ പവർ വേണം. അപ്പം അതുകൊണ്ട് ബാറ്ററി ഒരുവിധം, അതായത് നമ്മൾ ഓൺ ദ ഗോ ഇപ്പം ട്രാവലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ പെർഫോമൻസ് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളൊരു തേർഡ് ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് ശരിക്കും ഗെയിമേഴ്സ് ഓൺലി ലാപ്ടോപ്പാണ്. ഇപ്പോൾ ഞങ്ങളിത് വീഡിയോ എഡിറ്റിങ്ങും കാര്യത്തിനൊക്കെ വേണ്ടി എടുത്തതാണ്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു സൈഡിലുള്ള 3 USB പോർട്ട് മാത്രമേ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് ഡാറ്റ കുത്താനോ മെമ്മറി കാർഡ് അല്ല ലൈക്ക് പെൻ ഡ്രൈവ് കുത്താനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സൈഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ബാക്കിൽ വരുന്നതാണ് ബാക്കിയുള്ള പോർട്സ്. അപ്പം ഏറ്റവും കുറഞ്ഞ അറ്റാച്ച്മെൻറ്റ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് കുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ കാർഡ് റീഡർ, സാധാരണ ലാപ്ടോപ്പുകളിൽ കാർഡ് റീഡർ ഉള്ളതുകൊണ്ട് നമ്മുടെ ക്യാമറയിൽ നിന്ന് നേരെ കാർഡ് ഔട്ട് എടുത്തിട്ട് നേരെ ലാപ്ടോപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിങ് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇതിനെ നമ്മളിപ്പോൾ ഇതേമാതിരിയുള്ള ഡോങ്കിളുകൾ കൊണ്ട് പ്ലഗ് ഇൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ആ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് പക്കയാണ്. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ലാപ്ടോപ്പാണ്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുമെന്ന് പറയാൻ നിർത്തിയില്ല. കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് കീബോർഡ്. അപ്പോൾ കീബോർഡിന് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഇത് പുതിയ മോഡൽ ലാപ്ടോപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ കണ്ട വീഡിയോ ASUSൻ്റെ G751 എന്ന് പറഞ്ഞ മോഡലിനാണ്. അപ്പം ആ ഒരു ഡ്രോബാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, അത് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് വിടുക. എന്തെങ്കിലും കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഇടാവുന്നതാണ്. അതേമാതിരി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഞാനായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.